ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റഷീദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്ട്രിങ്ങിൻ്റെ ഡിഫോൾട്ട് ഫങ്ഷൻസ് പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ വീഡിയോയിൽ കുറച്ചും കൂടിയും ചെറുതായിട്ട് അഡ്വാൻസ്ഡ് ലെവൽഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. കാരണം നമ്മൾ എന്താണ് ഒരു പ്രൊജക്റ്റ് ബേസ്ഡൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രിങ് ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മളെന്താണ് മേക്ക് ട്രാൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ് അല്ലേ. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യണം എന്താ വെച്ചാൽ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ എന്താണ് റാഷിദ് എന്ന് പേരുള്ള ഒരു സ്ട്രിങ് ഞാൻ എന്ത് ചെയ്തു അസൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു ഇവിടെ ഞാൻ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഫങ്ഷൻ ഞാൻ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യാണ്. സോ ഇവിടെ ഞാൻ എന്താണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഈ ടെക്സ്റ്റ് കേട്ടോ. ഇവിടെ എന്താണ് ജസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഡോട്ട് പാർട്ടീഷൻ ഈക്വൽ ടു എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡോട്ട് പാർട്ടീഷൻ ഞാനെന്ത് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിനെ നമുക്കൊന്ന് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കിവിടെ കാണാൻ കഴിയുക, നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് കോമ എന്ത് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂവിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തിട്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, ഇവിടെ ഈക്വൽ ടു പറയുകയാണ്. ഇവിടെ എന്താണ് ഈ ഈക്വൽ ടു സൈനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ മൂന്ന് സംഭവത്തിനെയും അത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്ന് വ്യത്യസ്തമായ സ്ട്രിങ്ങിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. സോ നമുക്കവിടെ കൊറി സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൊറി സ്ട്രിങ് എങ്ങനെയാണ് പാസ്സാകുന്നത്, ഇത് എൻ്റെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ കാണിക്കാനല്ല ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതുണ്ടോ കൊറി സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. നമ്മളുടെ അഡ്രസ് ബാറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് നമുക്ക് ബാക്ക് എൻഡിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എന്താണ് നമ്മളുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടുന്നാണ് ലോഗിൻ ചെയ്തിരിക്കണമെന്നുള്ളത് അതിൻ്റെ ഒരു കൺട്രി കോഡ് ഉണ്ട് ഇവിടെ, IN എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ IN എന്ന് ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഏതാണ് കൺട്രി, ഏത് കൺട്രി നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ് ഞാൻ ഇതിനെ എൻ്റെ ലിങ്ക്ഡിനെ ആക്സസ് ചെയ്യുന്നത്, ആ രാജ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റായിരിക്കും എനിക്ക് എന്തുണ്ടാകുക, എൻ്റെ ഹോം പേജിലുണ്ടാകുക. ഈ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീഡിലുണ്ടാകുക എന്താണ്, ആ രാജ്യത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ ഓക്കെ. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫേസ്ബുക്ക് ആയാലും നമ്മളുടെ എന്താണ് ലിങ്ക്ഡിൻ ആയാലും എല്ലാം എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്, നമ്മളുടെ റീലും കാര്യങ്ങളും നമ്മളെ പോസ്റ്റുകളും എല്ലാം എന്ത് ചെയ്യുന്നത് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഫേസ്ബുക്കിൽ എന്തില്ല, ഡയറക്റ്റായിട്ട് എന്തേലും പാസ് ചെയ്യുന്നുള്ളൂ, നമ്മളുടെ നെയിം മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ കണ്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് എൻ്റെ ഇൻട്രസ്റ്റ്, ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ ആ ഇൻട്രസ്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എൻ്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത് ഡാറ്റാബേസിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാണ്, അത് ഇൻട്രസ്റ്റുകളും എൻ്റെ ഹോബീസൊക്കെ ഫെച്ച് ചെയ്യാണ്, എൻ്റെ പോസ്റ്റുകൾ മുന്നത്തുള്ള പോസ്റ്റുകളൊക്കെ ഫെച്ച് ചെയ്യാണ്. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കൊറി സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു കൊറി സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുക, യൂസർ നെയിം അഡ്മിൻ ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പേജ് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടാവും. യൂസർ ആണെങ്കിൽ ചില പർട്ടിക്കുലർ പേജുകൾ മാത്രം യൂസർക്ക് കാണിച്ചാൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കൊറി സ്ട്രിങ്ങുകൾ പൊതുവെ യൂസ് ചെയ്യുക. സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാർട്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുകയാണ്. നമ്മളുടെ ലിങ്ക്ഡിനിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ലിങ്ക്ഡിൻ www
ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ഈക്വൽ ടു പകരം ബൈ സ്ലാഷ് കൊടുത്തു. സ്ലാഷ് കൊടുത്തതിന് ശേഷം നമുക്കെന്താണ് വേണ്ടത്, ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് എന്താണ് ഇവിടെ കൊടുക്കണം കേട്ടോ. ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എന്ത് പറയാണ്, കൺട്രി ഈക്വൽ ടു ഐ എൻ എന്ന് പറഞ്ഞു. കൺട്രി ഈക്വൽ ടു ഐ എൻ, കൺട്രി ഈക്വൽ ടു അല്ല, കൺട്രി സ്ലാഷ് ഐ എൻ. ഈ ഐനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ എന്തിനാണ് ഇവിടെ പാർട്ടീഷൻ എന്താണ് ഐ എൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് കൺട്രി ഐ എൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിൻറ്റ് ചെയ്യാൻ പറയാണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്തു, കൺട്രി എന്താണ്, ഇതിൽ നിന്ന് കൺട്രി എന്താണ് എന്നുള്ളത് നമുക്ക് കിട്ടി, ഇന്ത്യ ഐ എൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ എന്നിനെ മാത്രം ഫ്രണ്ട് എൻഡിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ബാക്ക് എൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സോ എന്ത് ചെയ്യും, ബാക്ക് എൻഡിൽ ഈ ഐ എന്നിലുള്ള കംപ്ലീറ്റ് ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ എന്താണോ പോസ്റ്റ് ചെയ്തത്, എന്താണോ സെർച്ച് ചെയ്തത്, ഏതെല്ലാം ഗ്രൂപ്പിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം ടൈപ്പ് ജോബ് റോളിലാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്, ആ ഡീറ്റെയിൽസിൽ ഇന്ത്യയിലുള്ള ആ കമ്പനിയുടെ ഡീറ്റെയിൽസുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളുടെ ലിങ്ക്ഡിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിലേക്ക് പുഷ് ചെയ്യും. സോ അതാണ് ഒരു ക്വറി സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ പൈത്തണിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പാർട്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു കൺട്രീനെ നമുക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഫെച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, ടപ്പിൾസ് ആയിരിക്കും കേട്ടോ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടപ്പിൾസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ആ കൺട്രി എന്തായിരിക്കും, സ്ലാഷ് എന്നിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. ആ കൺട്രി എന്നുള്ളത് എന്തായിരിക്കും, ഐ എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെയാണോ ഐ എൻ ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് കൺട്രി ഐ എൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഡാറ്റാബേസിൽ എന്തുണ്ടാവും, നമുക്കൊരു ഡിക്ഷണറി ഉണ്ടാവും. ആ ഡിക്ഷണറി അല്ലെങ്കിൽ ജേസൻ്റെ ഫോർമാറ്റ് തന്നെയാണ് ഒരു ഡിക്ഷണറി എന്ന് വിചാരിക്കുക. ആ ഒരു ഫോർമാറ്റിൽ എങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക, ഇവിടെ ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക, കൺട്രി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഐ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് ഈ ഒരു 2 ഡീറ്റെയിൽസുമാണ്. അപ്പോൾ ബാക്ക് എൻഡിൽ നമുക്ക് എന്താണ്, കൺട്രി ഐ എൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലുള്ള ഒരു ഫീച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മളുടെ വരും വീഡിയോകളിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു സിമ്പിൾ വെബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ്. സോ അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, പാർട്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് പ്രിഫിക്സ് എന്ന് പറയുന്നൊരു സംഭവമാണ്. സോ റിമൂവ് പ്രിഫിക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് ടൈപ്പ് ചെയ്ത് അതെന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ടെക്സ്റ്റിനെ ഞാനിവിടെ കൊടുക്കാം. കൊടുത്തു. ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെല്ലിങ് മിസ്റ്റേക്കായി. സോ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് പറയാണ്, ടെക്സ്റ്റ് ഡോട്ട് റിമൂവ് പ്രിഫിക്സ് എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് ഈ ഒരു സ്ട്രിങ് നിന്ന് ഒരു പർട്ടിക്കുലർ ഭാഗം റിമൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ പറയാണ് ING എന്ന് പറഞ്ഞു. ഈ ING എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ടെക്സ്റ്റ് ഡോട്ട് റിമൂവ് പ്രിഫിക്സ്. ടെക്സ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ റിമൂവ് പ്രിഫിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ടെക്സ്റ്റ് ഡോട്ട് റിമൂവ് പ്രിഫിക്സ് ING പ്രോഗ്രാമിംഗ് എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, പ്രീഫിക്സ് എന്ന് പറയുമ്പോഴേ നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇതല്ല, PRO എന്ന് കൊടുക്കണം.
PR എന്ന് കൊടുക്കുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ആണ് കേട്ടോ, അത് റിമൂവ് ചെയ്യാം. സോ ഉണ്ടോ, ഫ്രം ദ ബിഗിനിങ് നമ്മളെന്താണോ ഇവിടെ കൊടുത്തത് അത് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ട് GRAMMING എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് തന്നു. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചില സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്, നെയിം മിസ്റ്റർ ജോൺ എന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് വിചാരിക്കാം അല്ലേ. സോ എനിക്ക് എന്താ വേണ്ടത്, ഔട്ട്പുട്ടിൽ എനിക്ക് ജോൺ എന്ന് മാത്രം വന്നാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾ പ്രിഫിക്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പം ചെക്ക് ചെയ്യുന്നത് ഈ ജോൺ എന്ന് പറയുന്നതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഡാറ്റാ ബേസിൽ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡാറ്റ സെർച്ച് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഡാറ്റയിൽ എന്തുണ്ടാവും, ഈ പ്രിഫിക്സും കൂടി കൂടിയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അയ്യോ ഇതെങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ ബേസിൽ വേറെ നെയിം ആവൂലേ, വേറെ വാല്യൂസ് ആയിരിക്കില്ലേ, അങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ആ ഒരു സംഭവം അല്ലേ. സോ ഞാൻ എന്ത് യൂസ് ചെയ്തു, ഇവിടെ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിഫിക്സ് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്, ജോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പ്രിഫിക്സ് നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിഫോൾട്ട് സ്ട്രിംഗ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു എക്സാമ്പിൾ. അതിന് വേണ്ടിയിട്ട് എന്താണ്, റിമൂവ് സഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൂവ് എന്താണ്, സഫിക്സ്. ഇപ്പം ഞാൻ എന്ത് പറയുകയാണ്, ഈ ജോൺ എന്ന് പറയുന്നതിനെ ഞാൻ എന്ത് പറഞ്ഞു, ചിലപ്പം ഈ രീതിയിൽ ജോൺ ഞാൻ പറയുകയാണ് ജോൺ KV എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത്. അയാളുടെ ഇനിഷ്യലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡാറ്റാ ബേസിൽ എന്താണ്, ഈ ജോൺ എന്ന് പറയുന്ന ആളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോൺ എന്ന് പറയുന്ന ആളുടെ ഡാറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സഫിക്സ് നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഞാൻ ലാസ്റ്റിലെ ഈ ഒരു സഫിക്സ് എങ്ങനെയാണോ അത് ഞാനിവിടെ കൊടുത്ത് ഞാൻ എന്ത് പറഞ്ഞു, ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് സഫിക്സ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. റണ്ണ് ചെയ്തു. റണ്ണ് ചെയ്യുമ്പോൾ ആ സഫിക്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ജോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ അതാണ് റിമൂവ് പ്രീഫിക്സും റിമൂവ് സഫിക്സും. സോ അതെന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മറക്കരുത്. നമുക്ക് എന്താണ് നമ്മളുടെ പ്രൊജക്റ്റിൽ വരും വീഡിയോസിൽ നമുക്ക് എന്തുണ്ട്, അത് ആവശ്യമുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവം എന്തെന്ന് പറയുന്നത് റീപ്ലേസ് ആണ് കേട്ടോ. റീപ്ലേസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് ജോൺ KV എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ കിട്ടി വിചാരിച്ചു. ഒരു സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കാം. സോ ഇതിനെ ജോൺ KV എന്നുള്ളതിനെ നമുക്ക് ജോൺ PV എന്നാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാ ബേസിലേക്ക് സെൻഡ് ചെയ്തിട്ട് ജോൺ PVയുടെ ഡാറ്റ എടുക്കണം എന്ന് വിചാരിച്ചോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇതൊക്കെ ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. ഇത് ഈ ഒരു യൂസ് കേസ് ആവില്ല എല്ലായിടത്തും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രം. സോ ഞാൻ എന്ത് യൂസ് ചെയ്തു, ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ്, ആ ഒരു ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്തു. റീപ്ലേസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഓക്കെ, 2 ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ആ 2 ആർഗ്യുമെൻറ്റിൽ നമ്മൾ എന്താണ്, ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നമുക്ക് എന്തിനെയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ആർഗ്യുമെൻറ്റിന് ഇവിടെ കൊടുക്കുക. ഇനി എന്തായിട്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത്, ഇപ്പോൾ PV എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടെക്സ്റ്റിൻ്റെ ഈ KV എന്നുള്ള പോർഷനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ജോൺ PV എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം നമ്മൾ റൺ ചെയ്താൽ. സോ നമ്മളൊന്ന് യെസ് കണ്ടോ, ഇപ്പോൾ എന്താണ് ഈ ഒരു ടെക്സ്റ്റിനെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ജോൺ KV എന്നുള്ളത് ജോൺ PV എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒരു വേരിയബിളിലേക്ക് ഇട്ടിട്ട് അതിനെ കോൾ ചെയ്യാം. എങ്ങനെടാ, ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പറയാണ് നെയിം ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. നെയിം ചേഞ്ച്ഡ് എന്നിട്ട് ഈ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് ഉണ്ടാകുക, നെയിം ചേഞ്ച്ഡിൽ എന്തുണ്ടാവും, ഈ റീപ്ലേസ് ചെയ്ത ഈ സംഭവം ഉണ്ടാവും. അതിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെയിം ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഈ ജോൺ KVനെ റീപ്ലേസ് ചെയ്തിട്ട് ജോൺ PV എന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം ചേഞ്ച് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ, യെസ് നമുക്ക് എന്താണ് ജോൺ PV എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി.
സോ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള റീപ്ലേസ് വർക്ക് ചെയ്യുക. ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യല്ല ചെയ്യുക, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് ആ വേരിയബിളിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് നമ്മളിപ്പോൾ പഠിക്കാത്തതുകൊണ്ട് ജസ്റ്റ് പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എല്ലാം ടെർമിനലിൽ പ്രിൻറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇത് ഒരു ഡൗട്ടായിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമ്മൾ വരും വീഡിയോകളിൽ നിങ്ങൾ എന്ത് ചെയ്യും പഠിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ് ആർ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ് ആർ ഫൈൻഡ്? നമ്മളെന്താണ് മുന്നേ യൂസ് ചെയ്തിരുന്ന ആ ഒരു സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യാണ് ആർ ഫൈൻഡിന്. സോ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ആട്രിബ്യൂട്ടിനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, ആർ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെറ്റർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇതിനെ റണ്ണ് ചെയ്യാണ്. റണ്ണ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ 5 എന്ന് കിട്ടി. എന്താണ് 5? ഈ കെ എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൽ എത്രാമത്തെ ലെറ്ററാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു ഇവിടെ കാണാൻ വേണ്ടി പറ്റി, ജോൺ കെ വി. ഇനി ഞാനിവിടെ എന്താണ് n പറയാണ് കേട്ടോ. n പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, 0 1 2 3 എന്നാണ് കിട്ടുക. അതെന്താണ് 3 കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രിങ്ങിൽ വാല്യൂ എടുക്കുന്ന സമയത്ത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ എന്ത് ചെയ്യുക ഇൻഡെക്സ് വാല്യൂ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ R ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പോൾ ഞാൻ എന്താണ് ഇവിടെ R ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് n എത്രാമത്തെ ഇൻഡെക്സ് വാല്യൂ ആണ് നോക്കുകയാണ്. എത്രാമത്തെ ഇൻഡെക്സ് വാല്യൂ ആണ് സോറി R അല്ല n, മൂന്നാമത്തെ ഇൻഡെക്സ് വാല്യൂ ആണ് എന്ത് n എന്ന് പറയുന്നത്. സോ എന്താണ് n 0 1 2. ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്താണ് സെയിം ആണ് ഇതിൻ്റെ സ്ട്രിങ്ങിലുള്ള 0 1 2 3 0 1 2 3. ഇൻഡെക്സ് വാല്യൂ ആർ ഫൈൻഡും എന്താണ്, ആർ ഇൻഡെക്സും ആർ ഫൈൻഡും എന്താണ് സെയിം വാല്യൂ ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ജോൺ കെ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നമ്മൾ ഇവിടെ സ്ട്രിങ് നമുക്കിവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. സോ അതിനെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെന്താണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആർ ജസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടിട്ട്. ഇപ്പോൾ ആർ ഇൻഡെക്സ് ഒക്കെ നോക്കിയ സ്ഥിതിക്ക് ആർ ജസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ആർ ജസ്റ്റിൽ എന്താണുള്ളത്, 2 ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ് നമുക്കെന്താണ് ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ് കിട്ടി. സോ നമുക്കെന്താണ് 0 1 2 3 4 ഫോർത്തിൽ എന്താണ് വരുന്നത്, സ്പേസ് ആണ് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഫോർത്തിന് ഇവിടെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്തിട്ടു ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തു ഇതിനെ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ എന്താണ് അത്രയും ഭാഗത്തിനെ 4 എന്ന് പറയുന്ന ഈ അത്രയും ഒരു വാല്യൂവിനെ ഒഴിവാക്കിയിട്ട്, ഒരു മിനിറ്റ്, 4 എന്ന് പറയുന്ന ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ആർ ജസ്റ്റ് ഗൈസ് ഇതും എന്താണ് ഒരു പാഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ മൊത്തം എത്ര ഉണ്ട്, 0 ഇതെത്ര കാണിച്ച് 0 1 2 3 4 5 6 ഉണ്ട്. സോ ഞാനിവിടെ ഒരു 8 ഇടുകയാണ്. 8 ഇടുമ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ ഞാനിവിടെ സ്റ്റാറിലിട്ടിരുന്നത് നമ്മൾ ആ സ്റ്റാറായിട്ട് റീപ്ലേസ് ചെയ്യാണ്. സ്റ്റാറായിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കണ്ടോ, ജോൺ എന്ന് പറയുന്നത് 8ാമത്തെ അതിൻ്റെ വിട്ട് മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിത് മുന്നേ നോക്കിയതാണ് പക്ഷേ വേറൊരു ഡിഫറെൻറ്റ് കീവേഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ സ്റ്റാർ എന്താണ് 8ാമത്തെ അതിന് മൊത്തം എന്ത് ചെയ്തു, വിട്ട് 8ആയിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ വിട്ട് 8ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് 8ാമത്തെ വിട്ടിൽ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റാറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 3 സ്റ്റാർ ഇവിടെ കിട്ടും. ഓക്കെ, സോ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ് ഈ ആർ വിട്ട് എന്ന് പറയുന്ന സംഭവം. ബട്ട് വേറൊരു സ്ട്രിങ് ഫംഗ്ഷൻ ആയിരുന്നു. എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാനും ഇതെന്താണ് ഓരോ ഈ സ്ട്രിങ് ഫംഗ്ഷൻ കാണുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. ചില ഔട്ടാണ് നമ്മൾ ചില ഭാഗത്ത് സ്റ്റക്കായി പോകുന്നത്. സോ നമുക്കെന്താണ് നമുക്ക് അടുത്ത സോ അതൊട്ടാണ് നമ്മൾ ചില ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റക്ക് ആകുന്നത്. കറക്റ്റ് ഒരു റീകോള് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്.
സോ ഡോണ്ട് വറി, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ 100% എന്താണ് നമ്മൾ വരും വീഡിയോകളിൽ നമ്മളതിൻ്റെ ആ ഒരു എന്തിനാണ് അത് എവിടെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ യൂസ് കേസ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യാം, ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളെന്ത് നോക്കി, ജസ്റ്റ് നോക്കി. ഇനി ജസ്റ്റ് നോക്കിയില്ലേ. സോ ഗൈസ് എന്താണ്, ഇപ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ യെസ്. അതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് ഒരു സംഭവം കൂടി നമ്മളിവിടെ നോക്കണം. നമ്മളെന്താണ് പാർട്ടീഷൻ നമ്മളെന്താണ് ഓൾറെഡി ഇവിടെ നോക്കിയിട്ടുണ്ടില്ലേ, പാർട്ടീഷൻ ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിലെന്താണ് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ലിസ്റ്റാണ് ഉണ്ടാകുക. ആ ലിസ്റ്റിൽ നമുക്ക് എന്തുണ്ട്, കൺട്രി ഉണ്ട്, IN എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സ്ലാഷ് ഉണ്ടായിരുന്നു അല്ലേ. സോ 3 പാർട്ടാണ് എന്തുണ്ടാകുക, ആ ഒരു ടപ്പിൾസിൽ ഉണ്ടാകുക, ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാകുക നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ. ഇനി പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്താണ് പാർട്ടീഷൻ? ഞാൻ എന്ത് പറയുകയാണ് ഇവിടെ, ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ നെയിമിൽ ഞാൻ എന്ത് പറയാണ്, ഇങ്ങനെ കൊടുത്തു, നെയിം ഈക്വൽ ടു റഷീദ് ഈക്വൽ ടു ഡെവലപ്പർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ എന്ത് പറയാണ്, നെയിം ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എന്ത് യൂസ് ചെയ്യാണ്, പാർട്ടീഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഡിഫോൾട്ട് സ്ട്രിങ് കീവേഡ് ഞാനിവിടെ യൂസ് ചെയ്തു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്തു, ഈക്വൽ ടു ഇതിൻ്റെ ഈ പാർട്ടീഷന് ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ കേട്ടോ, ഈക്വൽ ടു. അത് നമുക്ക് എന്താണോ നമ്മളിവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ യൂസ് ചെയ്യാം. ഈ പാർട്ടീഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റൈറ്റ് പാർട്ടീഷനാണ്. റൈറ്റ് പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നെയിമിൽ എന്തുണ്ട്, ഇവിടെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണ് എടുക്കുന്നത്, ലാസ്റ്റത്തെ ആ ഒരു പാർട്ടീഷനെ മാത്രമേ, ലാസ്റ്റത്തെ ആ ഒരു കീവേഡിനെ മാത്രമേ എന്തെടുക്കുള്ളൂ, അത് എടുക്കുള്ളൂ. സോ നെയിം ഈക്വൽ ടു ടെക്സ്റ്റ്. സോ നെയിം ഈക്വൽ ടു ടെക്സ്റ്റ്. ഓക്കെ ഗൈസ്, നമുക്കെന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരൊറ്റ പാർട്ടീഷനിൽ എടുക്കുന്നുള്ളൂ, റൈറ്റ് അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് എന്തിൻ്റെ റൈറ്റാണ് എടുക്കുന്നത്, റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സംഭവം മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു കൊടുക്കാം. ഈക്വൽ ടു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, റഷീദ് ഈക്വൽ ടു ഡെവലപ്പർ എന്ന് വന്നു. ഇനി ഞാനെന്ത് പറയുകയാണ്, ഇവിടെ യൂസർ എന്ന് പറയുകയാണ്. യൂസർ ഇങ്ങനെയാണ് നമ്മളെ സ്ട്രിങ് എന്ന് വിചാരിച്ചോ. എന്നിട്ട് റൺ ചെയ്താലും നമുക്ക് എന്താണ്, റൈറ്റ് സൈഡിൽ എന്താണ്, യൂസർ ഈക്വൽ ടു റഷീദ് ഈക്വൽ ടു ലാസ്റ്റ് വേർഡ് എന്താണ്, ആ കീവേഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ടപ്പിളിൽ കാണിച്ചു തരുന്നത്. സോ നമുക്ക് എന്താണ്, റഷീദ് എന്നുള്ളത് എന്താണ്, ഡെവലപ്പറാണ്. സോ ഇവിടുത്തെ ഈ ഒരു കൊറി സ്ട്രിങ്ങിൽ എന്ത് വന്നാലും ഈ ലാസ്റ്റത്തെ ഇവിടെ എത്ര കൊറി സ്ട്രിങ്ങിൽ എന്തെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചോ. പക്ഷേ ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ട് സ്ലാഷ് ഇടുമ്പോൾ ഈക്വൽ ടുവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ്, ഫസ്റ്റത്തെ റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് വാല്യൂ ഈക്വൽ ടുവിൻ്റെ ഫ്രം ഇത് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്, ഫ്രം റൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നിട്ട് ഇവിടെ ഒരു ഈക്വൽ ടു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല. ഇതായിരിക്കും നമുക്ക് വേണ്ട വാല്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടപ്പിൾസിൽ നമുക്ക് എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. പാർട്ടീഷനും നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതി ചോദിക്കാം, നമുക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ നമ്മൾ വേറെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഡൗട്ട് ചോദിച്ചത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ എവരിവൺ, കീപ് വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.